പാട്രിയറ്റിന്റെ ആദ്യ ഷോ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. പ്രേക്ഷക പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. വലിയ ആവേശത്തോടെയാണ് കേരളം ആകെ തന്നെ ഈ സിനിമയെ കാണുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും 18 വർഷത്തിന് ശേഷം ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമയാണ്. സൈഫുന്നിസ അലിയാർ ചേരുകയാണ് വിനീത തിയേറ്ററിൽ നിന്ന്. സൈഫുന്നിസ, എന്തായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ രണ്ട് തരത്തിലും, അത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ആരാധകർ ഒന്നിച്ച് തന്നെ വരുന്നു എന്നത് മാത്രമല്ല, മറ്റ് പ്രധാനപ്പെട്ട താരനിര ഒരുപാട് ഉള്ള ഒരു സിനിമ കൂടിയാണ്. വലിയ ആഘോഷമാണ്. മലയാള സിനിമയ്ക്ക് ആകെ തന്നെ അത് ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന തരത്തിലേക്ക് മാറുമോ എന്നതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിലുള്ള പ്രേക്ഷക പ്രതികരണം എങ്ങനെയൊക്കെയാണ്? തീർച്ചയായും രുചീഷ്, മലയാളത്തിലെ എല്ലാത്തരം ഫാൻസിനെയും തൃപ്തിപ്പെടുത്താവുന്ന ഒരു ക്യാൻവാസിലാണ് ഈ പാട്രിയോട്ട് ഇറക്കിയിരുന്നത്. ആ രീതിയിൽ തന്നെയാണ്, അതായത് മലയാളത്തിലെ മുതിർന്ന രണ്ട് മഹാനടന്മാരും ഒപ്പം തന്നെ യുവതാരങ്ങളടക്കമുള്ള ആളുകളും ഒക്കെ അണിനിരുന്ന ചിത്രം എന്ന നിലയിൽ തന്നെ വലിയ രീതിയിൽ ഒരു പ്രേക്ഷക പ്രീതി സിനിമയ്ക്ക് റിലീസിന് മുമ്പേ തന്നെ ലഭിച്ചിരുന്നതാണ്. എന്തായാലും സിനിമ കഴിഞ്ഞ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നോക്കണം. സൂപ്പറായിട്ട് മമ്മൂട്ടിയും മോഹൻലാലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിട്ടുണ്ട്. അത്രയും നാളുകൾക്ക് ശേഷം അവരെ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരു സെക്കൻഡ് ഒന്ന് ഇവരെ വണ്ടിയിലേക്ക്. ഓക്കെ, ഞാൻ പേരൻസ് ആണ്. ഓക്കെ. അപ്പോൾ സിനിമ കണ്ട ആളുകൾ പുറത്തേക്ക് വരുന്നതാണ് അവരുടെ പ്രതികരണം. സിനിമ എങ്ങനെയുണ്ട്? സിനിമയിൽ അതിനകത്ത് അഭിനയിച്ചൊരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു പോസിറ്റീവ് റിവ്യൂ ആയിട്ട് വരും. നിങ്ങളെപ്പോഴും സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ വേണം ഈ ഒരു റിവ്യൂ കണ്ടെത്താൻ. ഈ പടം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു 2020 പരിപാടിയൊന്നുമല്ല. ഇതൊരു മഹേഷ് നാരായണൻ പടമാണ്. ഇതൊരു ഭയങ്കരമായ മാസുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഒരു ഭയങ്കരമായ മാസ് എന്ന രീതിയിൽ ഇതിനെ കൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യരുത്. നിങ്ങളിതൊരു മഹേഷ് നാരായണ കുറേ മെസ്സേജുകളുണ്ട്, ഇതിൽ ഓരോ ക്യാരക്ടേഴ്സാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രീതികൾ നിങ്ങൾ കണ്ടെത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതാണ് കൂടുതൽ പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഈ സിനിമയിൽ എനിക്കൊരു ചെറിയ ഭാഗമാകാൻ പറ്റിയെന്ന് ഒരുപാട് സന്തോഷമുണ്ട്. മമ്മൂക്കയോടൊപ്പം ലാലേട്ടൻ്റെ ഒപ്പം ഫഹദ് ചാക്കോച്ചൻ, രേവതി മാം, നയൻതാര മാം, എല്ലാവരുടെയും കൂടെ എനിക്കൊരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അതെ, പടത്തിലൊരു ചെറിയ ഭാഗമാണ്, പക്ഷേ ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയെന്ന് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇത്രയും സ്റ്റാർസിനോട് എനിക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടി. ഇത്രയും വലിയൊരു സിനിമയിൽ ഒരു കുറച്ച് സ്പേസ് ഉണ്ടെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഓഡിയൻസിനോട് പറയാനുള്ളത്, ഇങ്ങനത്തെ മൂവീസ് സ്വീകരിച്ച ഇനിയും നമ്മുടെ ഇൻഡസ്ട്രിയിൽ, മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും സ്കെയിലിൽ കോണ്ടന്റ് ഡ്രിവൻ മൂവീസ് ഇനിയും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെ, എസ്പെഷ്യലി കോംബോ സീൻസ് ഒക്കെ കാണുമ്പോൾ ഞാൻ അധികം പറയുന്നില്ല, സിനിമയെ കുറിച്ച് അധികം. ഫസ്റ്റ് ഹാഫ് മമ്മൂക്ക തൂക്കിയെന്നാണ് എല്ലായിടത്തും റിവ്യൂ. എല്ലാ ക്യാരക്ടേഴ്സ്, ഇതിൻ്റെ കഥയാണ് മെയിൻ. മമ്മൂക്ക ഓഫ്കോഴ്സ് എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഒരു കിഡിലും പെർഫോമൻസ് ആയിരുന്നു. ലാലേട്ടനും ഫഹദ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ ഒരു വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഇതിൽ. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ വിത്തൗട്ട് ലാലേട്ടൻ ഈ സിനിമ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. അതാണ് ആളുകളുടെ പ്രതികരണം വരുന്നു. ആളുകൾ സിനിമ കണ്ട് പല ഭാഗങ്ങളുണ്ടായി. 4 സ്ക്രീൻ ഉണ്ടായിരുന്നു വനിതാ തിയേറ്ററിൽ. ഈ 4 സ്ക്രീനിലും പാട്രിയോട്ട് തന്നെയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. പാട്രിയോട്ട് കണ്ട് ആളുകൾ ഇപ്പോൾ പോയിരിക്കുകയാണ്. മഹേഷ് നാരായണൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, പിന്നീട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സിനിമ കാണാൻ നിൽക്കുന്ന ആളുകളുമുണ്ട്. സിനിമ കാണാൻ വെയിറ്റിംഗ് ആണോ? സിനിമ കാണാൻ വെയിറ്റിംഗ് ആണോ? ഓരോരുത്തരും സിനിമ കാണാൻ നിൽക്കുന്ന ആളുകളുണ്ട്. സിനിമ കഴിഞ്ഞ ഷോ കഴിഞ്ഞ് ഇറങ്ങിയ ആളുകളുമുണ്ട്. പക്ഷെ നല്ല തിരക്കാണ് ഇതിനകത്ത്. നമ്മൾ ഇനി കാണാനുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തുക പ്രയാസമാണെന്ന് തോന്നുന്നു. രുചീഷ്, എന്തായാലും കൂടുതൽ ആളുകൾ തുടരുക. ഇപ്പോൾ അബ്ദുൾ റഹീം കൂടി ചേരുകയാണ്. കവിതാ തിയേറ്ററിൽ നിന്ന് അബ്ദുൾ റഹീം കൂടി ചേരുകയാണ്. അബ്ദുൾ റഹീം, ഈ വലിയ തരത്തിലുള്ള ഒരു ആഘോഷമായി മാറുന്ന ഒരു സിനിമ കൂടിയാണ്. എന്തായാലും ആദ്യ ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രേക്ഷക പ്രതികരണം എങ്ങനെയാണ് കവിതാ തിയേറ്ററിൽ കാണുന്നത്? രുചീഷ്, 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച ചിത്രം എന്ന പ്രത്യേകതയുള്ള പടമാണ് പാട്രിയറ്റ്. ഇപ്പോൾ കവിതാ തിയേറ്ററിൽ നേരത്തെ ആന്റണി പെരുമ്പാവൂരടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയാണ് ഈ ആളുകൾക്കൊപ്പമാണ് പടം കണ്ടത്. ആളുകളൊക്കെ പുറത്തേക്ക് വരികയാണ്. പടം എങ്ങനെയുണ്ടായിരുന്നു? ഇത് വലിയ രീതിയിൽ തന്നെ ആളുകളുടെ പ്രതികരണത്തേക്ക് മമ്മൂട്ടി മോഹൻലാലിന്റെ ഒക്കെ അഭിനയം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം കണ്ടോ? എങ്ങനെയുണ്ട്?
അതാണ് ചില ഒരു ആവറേജ് പടം അത്രേ ഉള്ളൂ, വലിയ പോഷ് പടം. മമ്മൂട്ടി മോഹൻലാലും അഭിനയിക്കുന്നുണ്ട്. കൊള്ളാം. മോഹൻലാൽ കുറച്ച് സീനുള്ളു, മമ്മൂട്ടി കൊള്ളാം. എല്ലാം പടം എങ്ങനെയുണ്ട്? സൂപ്പർ പടം. മമ്മൂട്ടി മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് സ്ക്രീനിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിന്റെ ഒരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററിനകത്ത്. ആവേശം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ന്യൂ ജനറേഷൻ പടത്തിൽ ഒന്നിക്കണ ഒരു വൈബ് ഉണ്ട്. എന്തായാലും ഇഷ്ടപ്പെട്ടു ടോട്ടലി. പടം എങ്ങനെയുണ്ട്? ചില ആളുകൾ പ്രതികരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ വലിയ ഈ പറയുന്ന ചെണ്ടയൊക്കെ കൊട്ടി വലിയ ആഘോഷമൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ ഈ കവിതാ തിയേറ്ററിലെത്തിയാണ് ആദ്യ ഷോ കണ്ടത്. അദ്ദേഹം പക്ഷേ നമ്മൾ പ്രതികരണത്തിന് ശ്രമിച്ചാണ്. അദ്ദേഹം ആളുകൾ കൂടാനുള്ള സാധ്യതയുണ്ടോടെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. പിന്നീട് വിഷയത്തിൽ പ്രതികരിക്കാമെന്നുള്ളത്. പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പടം കൊള്ളാം. മമ്മൂട്ടി മോഹൻലാലൊക്കെ 18 വർഷങ്ങൾ എല്ലാവരും സൂപ്പർ. മോഹൻലാൽ മമ്മൂട്ടി എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയാണ്. ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? അത് തന്നെയാണ് ചേട്ടാ കിടിലം പടം. മമ്മൂട്ടി സൂപ്പർ. ലാലേട്ടൻ അടിച്ചു പൊളിച്ച് കിടിലം പടം. അത് തന്നെയാണ് ആളുകളുടെ പ്രതികരണം ഉള്ളത്. വലിയ രീതിയിൽ തന്നെ മമ്മൂട്ടി മോഹൻലാലും 18 വർഷത്തിന് ശേഷം ഒരുമിച്ച് സ്ക്രീനിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയുള്ള പടമാണ് പാട്രിയറ്റ്. ആ പാട്രിയറ്റ് ആദ്യ ഷോ കഴിഞ്ഞ് ഇപ്പോൾ ആളുകളൊക്കെ തിയേറ്ററുകളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഈ വലിയ രീതിയിൽ തന്നെയുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ അവർക്ക് വലിയ സന്തോഷം നൽകുന്ന പടമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുടെയൊക്കെ പ്രതികരണം. അങ്ങനെയാണ് വലിയ ആവേശവും അതോടൊപ്പം തന്നെ മമ്മൂട്ടിയും മോഹൻലാലെയും ഒരുമിച്ച് കണ്ടതിലുള്ള സന്തോഷവും ഒക്കെയാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ അല്പസമയം ഏതാണ് അപ്പോൾ ആ രീതിയിൽ വലിയ ആത്മവിശ്വാസം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. ശരി, അബ്ദുൾ റഹീം തുടരുക. എന്തായാലും വനിതാ തിയേറ്ററിലെയും അതോടൊപ്പം കവിതാ തിയേറ്ററിലെയും ആഘോഷമാണ് പ്രേക്ഷകർ കണ്ടത്. വലിയ ആഘോഷത്തിൽ തന്നെയാണ് ഈ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ആരാധകർ. എന്തായാലും ഒരുപാട് പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഒന്നിച്ച് ഉള്ള ഒരു സിനിമ എന്നത് മാത്രമല്ല, അത് മഹേഷ് നാരായണൻ ചിത്രം എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഈ സിനിമ പാട്രിയറ്റ് വലിയ ആഘോഷമാകുന്നത്. ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് പ്രേക്ഷകരുടെ ചില പ്രതികരണങ്ങൾ കൂടി കാണാം. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഇപ്പോൾ നമുക്കൊരു ഫീൽ കിട്ടുന്നത് അത് റീലിവ് ചെയ്യാൻ പറ്റുക. ഞാൻ അന്ന് സിനിമ സവിതയിൽ കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ വനിത പിന്നിൽ അവർ അതേ കോമ്പിനേഷൻ ബിഗ് സ്ക്രീനിൽ ഫസ്റ്റ് ഡേ കാണാൻ പറ്റുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നല്ല സിനിമ. എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. ടെക്നിക്കലി ബ്രില്യൻറ്റ് സിനിമ. കാലികമായ പ്രസക്തിയുള്ള സിനിമയാണ്. എല്ലാവരും കാണണം. നല്ലായിരുന്നു. എല്ലാവരും, ചേട്ടൻ മാത്രമല്ല, എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കാണണം. ഇത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതാണ് പറഞ്ഞത്, അത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ലോ, വല്ലപ്പോഴും കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യണം.